അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ അല്ല, അത് ജനസേവനത്തിന് വേണ്ടിയുള്ള ഒന്നുകൂടിയാണ് എന്ന് പറഞ്ഞത് മലയാളിയുടെ ഏറ്റവും പ്രിയങ്കരനായ എഴുത്തുകാരൻ MT വാസുദേവൻ നായരാണ്. പറഞ്ഞത് സഖാവ് പിണറായി വിജയനോട്. അതും വേദിയിലിരുത്തിക്കൊണ്ട് തൻ്റെ നിലപാട് കൃത്യമായി മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറഞ്ഞ എഴുത്തുകാരനാണ് MT വാസുദേവൻ നായർ. സാധാരണ കഴിഞ്ഞ കുറേ കാലങ്ങളായി സാഹിത്യകാരന്മാരോ എഴുത്തുകാരന്മാരോ ഒന്നും ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായി സംസാരിച്ചിട്ടില്ല. പക്ഷേ അവസ്ഥ അത്തരത്തിൽ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് സാഹിത്യകാരന്മാരും എഴുത്തുകാരന്മാരും ഒക്കെ തങ്ങളുടെ പ്രതിഷേധം കൃത്യമായി അറിയിച്ചിരിക്കുന്നു. അതിൻ്റെ ആദ്യഘട്ടമാണ് MT വാസുദേവൻ നായരുടെ ഈ അറിയിപ്പ്. അതിനെ തുടർന്ന് എഴുത്തുകാരൻ T പത്മനാഭൻ അടക്കമുള്ളവർ രംഗത്ത് വന്നു. ഇടതുപക്ഷ സർക്കാരിൻ്റെ സമരങ്ങളോടുള്ള നയമടക്കമുള്ള കാര്യങ്ങളിൽ ഉറച്ച താക്കീത് നൽകുകയും ചെയ്തു. MN കാരശ്ശേരി അടക്കമുള്ള എഴുത്തുകാരും ഇതിന് പിന്നാലെ വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ സാഹിത്യകാരന്മാർക്കും എഴുത്തുകാരന്മാർക്കും ഒക്കെ ഇവിടുത്തെ ഭരണകൂട ഭീകരതയെപ്പറ്റി കൃത്യമായ ബോധ്യമുണ്ടാകുന്നു. ഇവിടുത്തെ അധികാരത്തിൻ്റെ ഗർവിനെ പറ്റി കൃത്യമായ ബോധ്യമുണ്ടാകുന്നു. അത്തരത്തിലെല്ലാം വിമർശനങ്ങൾ പലയിടങ്ങളിലായി എഴുത്തുകാരുടെ ഭാഗത്തു നിന്നുകൂടി ഉയരുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് G സുധാകരൻ എന്ന ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് MT വാസുദേവൻ നായർ പറഞ്ഞപ്പോഴാണോ നിങ്ങളൊക്കെ ഇത് ശ്രദ്ധിച്ചത്? ഞാനടക്കമുള്ള ചില സഖാക്കന്മാർ, നേതാക്കന്മാർ, മാർസിസ്റ്റുകൾ ഈ വിഷയം ഇതിനു മുമ്പേ പറഞ്ഞിരുന്നു. MT വാസുദേവൻ നായർ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഷോക്കേറ്റതുപോലെ ചില സാഹിത്യകാരന്മാരൊക്കെ അതിന്റെ വാല് പിടിച്ചു പോവുകയുണ്ടായി. മാധ്യമങ്ങൾ എന്തോ വലിയ കാര്യം പറഞ്ഞതുപോലെ കൊട്ടിഘോഷിച്ചു. ഇത് കാലാകാലങ്ങളായി ഞാനടക്കമുള്ള ചില നേതാക്കന്മാർ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്ന് പറയാതെ പറയുകയാണ് G സുധാകരൻ. G സുധാകരൻ പറഞ്ഞത് സ്വന്തം നേതാവ് പിണറായി വിജയന്റെ അധികാര ഗർവിനെ പറ്റി താൻ നേരത്തെ പറഞ്ഞിരുന്നു എന്നാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ചില പോരായ്മകളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് G സുധാകരൻ. പല വേദികളിലും തന്നെ പിന്നിൽ നിന്ന് കുത്തിയ കഥകളടക്കം വെട്ടി തുറന്ന് പറയുന്നുണ്ട് G സുധാകരൻ. കായംകുളത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ പാർട്ടിയിലെ ചില നേതാക്കന്മാർ വഞ്ചിച്ചതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പല വേദികളിലും പറയുകയുണ്ടായി. എന്തായാലും രൂക്ഷമായ വിമർശനമാണ് MT വാസുദേവൻ നായർക്ക് പിന്നാലെ G സുധാകരനും നൽകുന്നതെന്ന്, അല്ലെങ്കിൽ ഒളിച്ചു നൽകുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ജനകീയ പ്രശ്നങ്ങളിൽ എടുത്തിട്ടുള്ള ഒരു നിലപാടുണ്ട് ചരിത്രപരമായി. പ്രതിപക്ഷത്തായിരുന്നാലും അവകാശങ്ങൾ നേടാൻ പ്രക്ഷോഭണമാണ്. ഭരണപക്ഷത്തായാലും പ്രക്ഷോഭണം നടത്തും. സമരവും ഭരണവും നിയമസം പറഞ്ഞതാണ്. അതൊക്കെ എല്ലാവരും മറന്നുപോയത്. അന്ന് ആക്ഷേപിച്ചു. എന്ന് വെച്ചാൽ ഭരണം കൊണ്ട് മാത്രം ജനകീയ പ്രശ്നം തീരത്തില്ലെന്നാണ്. അത് മാർക്സിസമാണ്. അത് പഠിച്ചവർക്ക് അറിയത്തുള്ളൂ. അത് പഠിച്ചവർക്കറിയാം. മാർക്സിസം പഠിക്കാതെ മാർക്സിസ്റ്റാണ് ഇവിടെ ഉണ്ടായില്ല. അത് വായിച്ചു പഠിക്കണം. അത് പറയാൻ MT വാസുദേവൻ നായർ പറയേണ്ട കാര്യമില്ല. ഞങ്ങളൊക്കെ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇല്ലെങ്കിലും ഇതൊക്കെ ഞങ്ങൾ നൽകുന്നുണ്ട്. അദ്ദേഹം പറയേണ്ട കാര്യം. അദ്ദേഹം എന്തോ പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഇളക്കം. എന്നോടൊരു 10 ലക്ഷം വിളിച്ചു എന്തെങ്കിലും പറയാനോ? ഞാൻ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനെന്നാ ഇതിനെപ്പറ്റി പറയുന്നത്? ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, മിണ്ടിയില്ലല്ലോ. അദ്ദേഹത്തെ ഒന്ന് തോന്നി പറഞ്ഞോളാം. ഉടനെ കേരളത്തെ സാഹിത്യകാരന്മാർക്ക് അന്നേരമാണ് ഉൾപ്പെടി ഓരോരുത്തരൊക്കെ പറഞ്ഞു തുടങ്ങാണ്. ഇതുവരെ എന്താ പറയുന്നത്? അത് തന്നെ കീരിത്വമാണ്. MT വാസുദേവൻ നായർ പറയുന്നിടം വരെ പറയാനുണ്ടായിരുന്നെങ്കിൽ പറയണമെന്നല്ല ഞാൻ പറയുന്നത്. 10 ലേഖകന്മാരെ ഞാൻ പറയുന്ന എഴുതാവില്ല. അർത്ഥം മനസ്സിലാക്കി എഴുതണം. പറയണമെന്നല്ല, ഇപ്പം പറയാനുണ്ടായത് എന്താ നേരത്തെ പറയാനേ. അതും വെറും ഒരു ഷോയാണ്, ആത്മാർത്ഥത ഇല്ലാത്തതാണ്. എത്ര വലിയ ആൾ പറഞ്ഞാലും അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞങ്ങളും പറയുന്നു. പക്ഷെ അത് ഏറ്റു പറയാത്ത ഒരാളുണ്ട്, T പത്മനാഭൻ. അദ്ദേഹം സാധാരണ പറയുന്നതാണ്. ഇത് അദ്ദേഹം ഒന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ വലിയ വിപ്ലവമാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന അദ്ദേഹം നല്ല കാര്യം. ഇതോട് പറഞ്ഞില്ല. പ്രതിഷേധങ്ങൾ, ആരോപണങ്ങൾ, സത്യം വിളിച്ചു പറയലുകൾ, അങ്ങനെ അത് പലയിടങ്ങളിൽ നിന്നും ഇപ്പോൾ ഉയർന്നിരിക്കുന്നു. സർക്കാരിനെതിരെയുള്ള രൂക്ഷ വിമർശനം സാഹിത്യകാരന്മാരും എഴുത്തുകാരന്മാരും സാധാരണക്കാരടക്കം ഈ നാട്ടിലെ ഭൂരിപക്ഷ ജനതയും ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും കണ്ണു തുറക്കുന്നില്ല എന്ന് മാത്രം. ഭരണവും സമരവും ഒന്നും എന്താണെന്ന് MT പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് മാർക്സിസ്റ്റ് പാർട്ടിക്കാരനായ മാർക്സിസം അറിയാവുന്ന എല്ലാവർക്കും അറിയാം. സമരങ്ങളോട് എങ്ങനെ നിൽക്കണം എന്നൊക്കെ അറിയാമെന്നാണ് G സുധാകരൻ പറയുന്നത്. പക്ഷേ ഇതേ ജനാധിപത്യപരമായ സമരങ്ങളെ തെരുവോരങ്ങളിൽ അടിച്ചമർത്തുന്ന പിണറായി സഖാവിന്റെ പോലീസിനെതിരെയും പിണറായി സർക്കാരിനെതിരെയുമുള്ള ഒളിഞ്ഞുള്ള വിമർശനമാണോ ഇത് എന്നും കരുതേണ്ടതായുണ്ട്.
എന്തായാലും ജി സുധാകരൻ തന്റെ നിലപാട് വ്യക്തമായി പറഞ്ഞു. ഇതേ തുടർന്ന് സജി ചെറിയാൻ അടക്കമുള്ളവർ നിശബ്ദമായ ചില പ്രതികരണങ്ങൾ നടത്തി. MT വാസുദേവൻ നായർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അദ്ദേഹം ആ അഭിപ്രായം പറയും എന്നൊക്കെയാണ് സജി ചെറിയാൻ പറയുന്നത്. ജി സുധാകരൻ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് അദ്ദേഹത്തോട് പോയി ചോദിക്കണമെന്നും അദ്ദേഹം പറയുന്നു. അതായത് ഈ വിഷയത്തിൽ ജി സുധാകരൻ പിണറായി സഖാവിന് എതിരായിട്ടുള്ള ഒരു ആരോപണം ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പറയുന്നു. സജി ചെറിയാൻ എന്ന മന്ത്രി തന്നെ പലയിടത്തും സംരക്ഷിച്ച മുഖ്യമന്ത്രിയെ ഇവിടെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ പലയിടങ്ങളിലുമുള്ള മറുപടികൾ. എന്തായാലും എല്ലാ ഇടങ്ങളിൽ നിന്നും വരുന്ന സമ്മർദ്ദങ്ങളിൽ ഞെരിഞ്ഞമരുകയാണ് ഇടതുപക്ഷ സർക്കാർ. പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി നിശബ്ദനായി നിൽക്കാതെ എന്തെങ്കിലും ഉരിയാടും എന്ന് ധരിക്കുകയാണ് മാധ്യമങ്ങൾ.